സാറേ നമസ്കാരം. ഈ കുഞ്ഞുങ്ങളുടെ ടൈപ്പ് 1 ഡയബറ്റീസ് അല്ലെങ്കിൽ ടൈപ്പ് 1 പ്രമേഹം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചികിത്സ എന്നുള്ളത് ഇൻസുലിൻ ആണല്ലോ. അപ്പോൾ ഈ ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസുലിൻ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല ചോദ്യമാണ്. പേഷ്യൻസ് ചോദിക്കുന്ന ചോദ്യമാണ്. ഇൻസുലിൻ എന്ന് വെച്ചാൽ ഹോർമോണാണ്, ഒരു പ്രോട്ടീൻ കണ്ടെയ്നിങ് ഹോർമോണാണ്. അപ്പോൾ അത് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആയിട്ടാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് രണ്ട് വിധത്തിലാവാം. അത് ഇൻസുലിൻ സിറിഞ്ച് വഴി എടുക്കുന്നതാവാം, അത് പെൻ വഴി എടുക്കുന്നതാവാം. ഏതാണ് നല്ലത്? പെൻ വഴി എടുക്കുകയാണെങ്കിൽ അതിന് വേദന കുറവായിരിക്കും, നീഡിലിൻ്റെ സ്ട്രെങ്തും അധികം കുറവായിരിക്കും, ടെൻസൈൽ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ അത് നീഡിലാണെങ്കിൽ അത് വേറെ ടൈപ്പുള്ള വയൽസ് ഉണ്ടാവും, അപ്പോൾ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. പെൻ ആവുമ്പോൾ ഒരേ ടൈപ്പ് അനലോഗ് ഇൻസുലിനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇൻസുലിൻ്റെ വേദനയുടെ പോലെ തന്നെ അതിൻ്റെ അവൈലബിലിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻസുലിൻ പെൻ എടുക്കുകയാണെങ്കിൽ അത് ലളിതമാണ്, അത് എളുപ്പമായി എടുക്കാൻ വേണ്ടി കുട്ടികൾക്ക് തന്നെ 10 വയസ്സിന് ശേഷം സ്വയമേ എടുക്കാവുന്നതാണ്. പക്ഷേ അത് റൊട്ടേറ്റ് ചെയ്യണം. ഇൻസുലിൻ എടുക്കുന്ന ഒരേ സ്ഥലത്ത് തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ഥലം റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ അത് അവിടെ ഇഞ്ചക്ഷൻ പെയിനും ലൈപ്പോഡിസ്ട്രോഫി എന്നൊരു കണ്ടീഷൻ ഉണ്ടാക്കുന്നു. അതായത് ഒരേ സ്ഥലത്ത് ഇൻസുലിൻ എടുക്കാൻ പാടില്ല, ഒരിക്കലും എടുക്കാൻ പാടില്ല. റൊട്ടേറ്റ് ചെയ്യണം. അവർ കയ്യിലോ തൊടയിലോ വയറിലോ അത് മാറി മാറി എടുക്കണം. സ്കിന്നിൻ്റെ അടിയിലുള്ള ലെയറായ സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂവിലാണ് ഇൻസുലിൻ എടുക്കേണ്ടത്. ഏത് പ്രായത്തിലുള്ള കുട്ടിയാണെങ്കിലും ടൈപ്പ് 1 പ്രമേഹമാണെങ്കിൽ ഇൻസുലിൻ തന്നെയാണോ ചികിത്സ? ഇൻസുലിൻ എന്ന് പറയുന്നത് ടൈപ്പ് 1 പ്രമേഹത്തിന്റെ ആകെയുള്ള ചികിത്സയാണ്. ടൈപ്പ് 2 പ്രമേഹത്തിന് വേറെ മരുന്നുകളുണ്ട്, ഓറൽ മെഡിസിൻസും എടുക്കാവുന്നതാണ് ഡോക്ടർ പറയുന്നതനുസരിച്ചുള്ള. അപ്പോൾ ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അത് പെൻ വഴിയോ ഇഞ്ചക്ഷൻ വഴിയോ എടുക്കുകയാണെങ്കിൽ അതിന് ഡോസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡോസ് കൂടും തോറും അതിന് റിക്വയർമെന്റ്സ് കുട്ടികളിൽ വർദ്ധിക്കാം. അപ്പോൾ ഇൻസുലിൻ കാരണം ഹൈപ്പോഗ്ലൈസീമിയ എന്നൊരു കണ്ടീഷനും സംഭവിക്കാം. അപ്പോൾ ഏത് കണ്ടീഷനിലും ഇൻസുലിൻ ഉപയോഗിക്കുന്നെങ്കിൽ അവരിൽ ജാഗ്രത പുലർത്തേണ്ട ആവശ്യമാണ്. ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്നൊരു കണ്ടീഷൻ നമ്മൾ ചെയ്യണം. അത് ഗ്ലൂക്കോമീറ്റർ വഴിയാവാം, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് വഴിയാവാം, ഇല്ലെങ്കിൽ HbA1c എന്ന ടെസ്റ്റിനാവാം. തീർച്ചയായിട്ടും നമ്മുടെ അടുത്തുള്ള ഡോക്ടറിനെ സമീപിക്കുകയാണെങ്കിൽ ഏതാണ് ബെറ്റർ എന്ന് ഡോക്ടർ തന്നെ നിർദ്ദേശിക്കും. ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ അത് ലളിതമാണ്, സിമ്പിളാണ്. ലോങ് ടേമിന് ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ പെൻ വഴി എടുക്കുകയാണെങ്കിൽ അവർക്ക് സേഫ് ആയിട്ട് എടുക്കാനും സാധിക്കും. ഈ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് സാറ് പറഞ്ഞല്ലോ, സാർ അത് ഒരു രോഗാവസ്ഥയാണോ അല്ലെങ്കിൽ ഒരു സങ്കീർണതയാണോ? ഇൻസുലിൻ നമ്മൾ എടുക്കുമ്പോൾ അറിയേണ്ടതാണ് ഹൈപ്പോഗ്ലൈസീമിയ. അതുപോലെ ഡയബറ്റിക് ആൾക്കാർക്കും ഹൈപ്പോഗ്ലൈസീമിയ സംഭവിക്കാം. രാത്രി കാലങ്ങളിൽ വരുന്ന ഹൈപ്പോഗ്ലൈസീമിയ നൊക്ടേണൽ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് അത് ഡേഞ്ചറസ് ആണ്. നൊക്ടേണൽ ഹൈപ്പോഗ്ലൈസീമിയ വരുവാണെങ്കിൽ കുട്ടിക്ക് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ചിലപ്പം അത് വെച്ച് തന്നെ ഡോക്ടറിന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരാം. കുട്ടി എണീക്കുമ്പോൾ തന്നെ വേറെ എണീക്കുന്നത്, കുട്ടി വിശക്കും, ആ സമയത്ത് കുട്ടിയെ എന്താണ് പരിഭ്രമിക്കും. അപ്പോൾ കുട്ടികളുടെ അമ്മ ആരെങ്കിലും ചെക്ക് ചെയ്യണം. ഗ്ലൂക്കോമേസിൻ ഇല്ലെങ്കിൽ പോലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഒരു ഗ്ലൂക്കോസ് വാല്യൂ ചെക്ക് ചെയ്യണം. ഈ ഷുഗർ കുറയുന്നതാണ് അല്ലേ സാറേ ഈ പറഞ്ഞ ഹൈപ്പോഗ്ലൈസീമിയ? 70 എന്ന് പറയും, അല്ലെങ്കിൽ 60 എന്ന് പറയും. എന്തായാലും കുട്ടിക്ക് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഫുഡ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 മണിക്കൂറിനുള്ളിൽ എത്രയായെന്നും കൂടെ ചെക്ക് ചെയ്യുക. ഹൈപ്പോഗ്ലൈസീമിയ സർവ്വസാധാരണമാണ്, ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല. സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ 50യുടെ താഴെ വരികയാണെങ്കിൽ അത് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ജന്നി പോലെ സംഭവിക്കും. അതുകൊണ്ട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ മോണിറ്റർ ചെയ്യുക. ഇൻസുലിൻ എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വേറെ മരുന്നുകളുടെ ആവശ്യമില്ല. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇൻസുലിൻ ആണ് എടുക്കേണ്ടത് എന്നുള്ളത് ഡോക്ടറുമായിട്ട് ആലോചിച്ച്? അതെ. ഹൈപ്പോഗ്ലൈസീമിയ വരുവാണെങ്കിൽ ഡോക്ടർ ചിലപ്പം ഡോസ് കുറയ്ക്കും, പിന്നെ ചിലപ്പം പിന്നീടായാലും ഡോക്ടർ ഡോസ് കൂട്ടും. അപ്പം നമ്മളായിട്ട് കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഡോക്ടറിന് അടുത്ത ദിവസമോ 2 ദിവസം കഴിഞ്ഞ് സമീപിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഡോസ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു തരും. ഇതിനാണ് ടൈട്രേഷൻ എന്ന് പറയുന്നത്, ഇൻസുലിൻ ഡോസ് ടൈട്രേഷൻ. ഇൻസുലിൻ പമ്പ് എന്ന് വെച്ചാൽ എന്താണ് സാർ? ഇൻസുലിൻ പമ്പ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ പോലെ വേറെ ഒരു പുതിയൊരു സാങ്കേതിക വിദ്യയാണ്. ഇൻസുലിൻ പമ്പ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലൂക്കോസ് ഡെലിവർ ചെയ്യും. അതായത് നമുക്ക് ലഭ്യത കുറച്ചുകൂടെ കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ ഡയറക്റ്റ്ലി ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെയുള്ള വേദനയും കാണൂല. പക്ഷെ തീർച്ചയായിട്ടും കോർഡിനേഷൻ ആവശ്യമാണ്. കുട്ടിക്ക് ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴായിട്ടും ബോളസ് ഡോസ് കൊടുക്കേണ്ടതാണ്. ഇതിന് ഹൈപ്പോഗ്ലൈസീമിയ തീരെ കുറവാണ്. ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഏതൊക്കെ ടെസ്റ്റുകളാണ് സർ ചെയ്യേണ്ടത്? സാധാരണ ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ റാൻഡം ഗ്ലൂക്കോസ് ആണ്. ഇതിന് നമുക്ക് ഗ്ലൂക്കോസ് മോണിറ്റർ വഴി ചെയ്യുന്ന GRBS ആവാം. അതുകൂടാതെ HbA1c ടെസ്റ്റ്, ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ കണക്ക് 3 മാസത്തെ ആവറേജ് നോക്കാം. ഇതുകൂടാതെ CGMS, അതായത് ടൈം ഇൻ റേഞ്ച് എന്ന ഒരു സംഖ്യയും കൂടി അപ്പോൾ അവൈലബിൾ ആണ്. ഈ HbA1c എത്രയാണ് സാർ നോർമൽ? അത് എത്രയിൽ താഴെ? നോർമലായ കുട്ടികൾക്ക് HbA1c 6ന്റെ താഴെയെങ്കിലും ആവണം. ഡയബറ്റീസ് വരുമ്പോൾ 6ന്റെ കൂടുതൽ 6.5നേക്കാളും കൂടും. ചിലപ്പോൾ ഡയബറ്റിക് കീറ്റോസിഡോസ് ആകുമ്പോൾ അത് 10, 12 അങ്ങനെ കൂടിയും വരും.
ഇൻസുലിൻ എടുക്കുമ്പോൾ ഏതൊക്കെ സമയത്താണ് ഈ ഷുഗർ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞത്? ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫാസ്റ്റിംഗ് ആയിട്ട് നോക്കണം, ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നോക്കണം. പിന്നെ എപ്പോഴെങ്കിലും ഗ്ലൂക്കോസ് വാല്യൂ വർദ്ധിക്കുകയാണെങ്കിൽ ഫുഡിന് ശേഷവും നമ്മൾ എപ്പോഴും നോക്കണം. ടൈപ്പ് 1 ഡയബറ്റിക് പ്രമേയമാണെങ്കിൽ ഒരു 4-5 തവണയെങ്കിലും നോക്കേണ്ടത്. ഒരുപാട് സന്തോഷം സാറേ, ഇൻസുലിനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. താങ്ക് യു.